പ്രിയപ്പെട്ട കൂട്ടുകാരെ, അക്ഷരപൂജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് ചെറുകാടിൻ്റെ ഒരു കഥയാണ്. കഥയുടെ പേര് പനങ്കഴു എന്നാണ്. അപ്പോൾ നമ്മൾക്ക് കഥയിലേക്ക് കിടക്കാം. ചെറുകാട്, പനങ്കഴു. ആ കത്തിന് മറുപടി തന്നില്ലല്ലോ. പരശുരാമയ്യർ മാസ്റ്റർ ആവലാതിപ്പെട്ടു. അദ്ദേഹം കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് മുറുക്കാൻ പോതി എടുത്ത് അഴിച്ച് വെറ്റിലയെടുത്ത് ഞരമ്പ് കളഞ്ഞുകൊണ്ടിരുന്നു. നീണ്ട മേശയുടെ മറുഭാഗത്ത് തനിക്ക് അഭിമുഖമായി കസേരയിലിരുന്ന് ഉപന്യാസ പുസ്തകങ്ങളിലെ തെറ്റുതിരുത്തുന്ന മാലതി ടീച്ചറുടെ മുഖത്ത് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ദൃഷ്ടികൾ പറന്നു വീണിരുന്നു. അധ്യാപകരുടെ വിശ്രമമുറിയിൽ അപ്പോൾ പരശുരാമയ്യരും മാലതി ടീച്ചറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബുധനാഴ്ച 4ാമത്തെ പീരീഡിൽ മറ്റെല്ലാ അധ്യാപകർക്കും ജോലി ഉള്ളപ്പോൾ പരശുരാമയ്യർക്കും മാലതി ടീച്ചർക്കും ഒഴിവാണ്. ആ അസുലഭ സന്ദർഭം ഒഴിവാക്കാൻ പരശുരാമയ്യർ അത്ര വിഡ്ഢിയൊന്നുമല്ലല്ലോ. അദ്ദേഹം 2-3 മിനിറ്റ് കാത്തിരുന്നിട്ടും ഉത്തരമൊന്നും ഉണ്ടായില്ല. ടീച്ചർ എന്താണ് ഒന്നും മിണ്ടാത്തത്? പരശുരാമയ്യർ ദൃഷ്ടി ഉറപ്പിച്ചു ടീച്ചറുടെ മുഖത്ത് നോക്കിക്കൊണ്ട് തുടർന്നു. ഒരാൾ ഒരു കത്ത് തന്നാൽ മറുപടി തരുന്നതല്ലേ മര്യാദ? എനിക്ക് അത്ര വലിയ മര്യാദയൊന്നുമില്ല. വലത്തുഭാഗത്തേക്ക് തല ചായ്ച്ച് തിരിച്ച് ഇടത്തെ കൺകോണ് കൊണ്ട് പരശുരാമയ്യരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് അവർ തുടർന്നു. മാസ്റ്ററെ പോലുള്ളവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കഷ്ടമാണ്. എന്താ കഷ്ടം? പരശുരാമയ്യർ വെറ്റിലയിൽ 100 തേച്ചുകൊണ്ട് തുടർന്നു. മഹാന്മാരായ ഋഷികൾക്കും വികാരങ്ങളുണ്ടായിരുന്നു. ഞാനും മനുഷ്യനല്ലേ, എനിക്കൊരു മോഹമുണ്ടായിപ്പോയി. ടീച്ചർ ഒന്നും പറഞ്ഞില്ല. അവർ ജോലി തുടർന്നുകൊണ്ടിരുന്നു. പരശുരാമയ്യർ വെറ്റില മടക്കി ചുരുട്ടി വായിലിട്ടു. അടക്ക വെട്ടിക്കൊണ്ട് വീണ്ടും ചോദിച്ചു, ടീച്ചർ എന്താണ് ഒന്നും ഉണ്ടാത്തത്? ഞാൻ എന്താണ് പറയേണ്ടത്? ടീച്ചർ പേന മേശപ്പുറത്ത് വെച്ച് മാസ്റ്ററുടെ മുഖത്തു തന്നെ നോക്കി കസാലയിൽ ചാരിയിരുന്നു. ആ കത്തിനൊരു മറുപടി തരണം. ഒരു മറുപടിയും തരാനില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഞാൻ അത്തരക്കാരിയല്ല. മാസ്റ്റർക്ക് തെറ്റിപ്പോയിരിക്കുന്നു. വലിയ ശീലാവതി ജാമിയാണല്ല. ഞാൻ ശീലാവതിയാണ്, അതൊക്കെ എനിക്ക് നിശ്ചയമുണ്ട്. സ്ത്രീകളൊക്കെ ആദ്യം ഇങ്ങനെ തന്നെയാണ് പറയുക. എല്ലാ സ്ത്രീകളുടെയും കൂട്ടത്തിൽ എന്നെ കൂട്ടണ്ട. മാസ്റ്റർക്ക് പല സ്ത്രീകളെയും പരിശോധിച്ച പരിചയം ഉണ്ടാവാം. ആ പരിചയവും വെച്ച് എന്നോട് പെരുമാറരുത്. മാലതി ടീച്ചർ പരശുരാമയ്യരെ അവജ്ഞയോടെ ഒന്ന് നോക്കി. ടീച്ചർക്ക് ദേഷ്യം വരുന്നുണ്ടോ? എന്തിനാ ദേഷ്യപ്പെടുന്നത്? ദേഷ്യമൊന്നുമില്ല, അനുകമ്പയാണ് തോന്നുന്നത്. 19 വയസ്സായ ഒരു അധ്യാപകനല്ലേ മാസ്റ്റർ? വീട്ടിൽ ഭാര്യയും മക്കളും ഉള്ള ഒരച്ഛൻ ഇത്ര അധപ്പതിച്ച നിലയിൽ പെരുമാറുന്നുവല്ലോ എന്നോർക്കുമ്പോൾ കഷ്ടം തോന്നുകയാണ്. എൻ്റെ ഒരു മോഹം അറിയിച്ചു. ടീച്ചറെ വേദനിപ്പിച്ചുവെങ്കിൽ മാപ്പാക്കുക. ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുന്നു, ഇല്ലെങ്കിൽ ഉപേക്ഷിക്കുന്നു. ഇതൊക്കെ സാധാരണയാവാം. പക്ഷേ ഞാനൊരു കച്ചവടക്കാരിയല്ല. ഇനി എന്നോട് ഇതിനെപ്പറ്റി സംസാരിക്കരുത്. ഒന്നും ചെയ്യാത്ത ഒരു സ്ത്രീയോ പുരുഷനോ ഉണ്ടാവില്ലേ ടീച്ചർ? വലിയ ശീലാവതി എന്ന് നടിക്കുന്നവരാവും വലിയ വ്യഭിചാരിണികൾ. മര്യാദക്കാരായ ദുർലഭം ചിലരുണ്ടായിക്കൂടുന്നില്ലല്ലോ. അങ്ങനത്തെ പച്ച പരമാർത്ഥികൾ ഉണ്ടാവില്ല. പച്ച പരമാർത്ഥിക്കു പനങ്കഴു എന്നാണ് പ്രമാണം എന്നാണ് പരശുരാമയ്യർ പ്രമാണം പറയുന്നത്. ഫിസിക്കൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ സുകുമാരൻ കടന്നു വരുമ്പോൾ തന്നെ ചോദിച്ചു. മാസ്റ്റർ പറയുകയാണ് പച്ചപ്പരമാർത്ഥിക്കുള്ളത് പനങ്കഴു എന്ന്. ടീച്ചർ വിവരിച്ചു കൊടുത്തു. ഓ, അത് സാരമില്ല. മാസ്റ്റർ അത് പലപ്പോഴും പറയാറുണ്ട്. അത് മാസ്റ്ററുടെ മാസ്റ്റർ പീസുമാണ്. ഈ മുദ്രാവാക്യത്തിൻ്റെ പ്രചാരകൻ ആയതുകൊണ്ട് എന്നെ ചിലർ പനങ്കഴു എന്ന് തന്നെ വിളിക്കാറുണ്ട്. ആരെന്തു പറഞ്ഞാലും ഞാൻ ആ അഭിപ്രായക്കാരനാണ്. പിരീഡ് അവസാനിക്കുന്ന ബെല്ലടിച്ചു. പലരും വിശ്രമമുറിയിലേക്ക് കടന്നു വന്നു. ചിലർ കുടയെടുത്ത് വീട്ടിലേക്ക് പോയി. മറ്റു ചിലർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണമെടുത്ത് ഉണ്ണാനൊരുങ്ങി. മാലതി ടീച്ചർ ഉപന്യാസ പുസ്തകങ്ങൾ അടുക്കിക്കെട്ടി അലമാരയിൽ വെച്ചുപൂട്ടി പുറത്തു കിടന്നു. ആ രംഗം അന്ന് അവസാനിച്ചത് അങ്ങനെയാണ്. മാലതി ടീച്ചർ സ്കൂളിൻ്റെ അടുത്ത് ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ടാണ് താമസിക്കുന്നത്. അനുജൻ ഗോപിയും ഭർത്താവിൻ്റെ അമ്മയുമാണ് അവരുടെ സഹായികൾ. ഗോപി 4th ഫോമിൽ പഠിക്കുകയാണ്. ഗോപി
ഗോപി ഇല്ലേ അവിടെ? ഒരു ദിവസം പരശുരാമയ്യർ പടിക്കൽ നിന്ന് വിളിച്ചു ചോദിച്ചു. ഊ സാർ. ഗോപി വിളി കേട്ട് പടിക്കലേക്ക് ഇറങ്ങിച്ചെന്നു. ഗോപി, കണക്കിൽ കുറച്ചുകൂടി മനസ്സിരുത്തണം, അത് പറയാനാണ് വിളിച്ചത്. മനസ്സിരുത്താറുണ്ട് സാർ. ഹാഫ് ഇയർലിക്ക് 45% മാർക്ക് വാങ്ങിയ ഞാൻ തന്നതാണ്, തികച്ചും അതിനുണ്ടായിട്ടല്ല. ബി കെയർഫുൾ സാർ. ഗോപി അനുസരിച്ചുകൊണ്ട് ക്ഷണിച്ചു. വരൂ സാർ, ചായ കഴിച്ചു പോവാം. ഞാനിപ്പോൾ ചായ കഴിച്ചിറങ്ങിയതാണ്, ഇപ്പോൾ വേണ്ട, പിന്നെ വരാം. അല്ല സാർ, വരൂ. എന്നാൽ വന്നേക്കാം. മാസ്റ്റർ പടി കടന്നു. ഗോപി ഒരോട്ടം കൊണ്ട് പൂമുഖത്തെത്തി. മാലതി ടീച്ചർ പൂമുഖത്തെത്തിയപ്പോൾ പരശുരാമയ്യരും അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. ഗോപിയുടെ നിർബന്ധത്തിന് ചായ കഴിക്കാൻ വരികയാണ്. പരശുരാമയ്യർ തുടർന്നു. ഗോപി കണക്കിൽ ബിലോ ആവറേജ് ആണ്, കുറച്ചൊന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഫെയിലായേക്കും. ഹാഫ് ഇയർലി കഴിഞ്ഞതിൽ പിന്നെ അവൻ കുറെ കൂടി ശ്രദ്ധിക്കാറുണ്ട്. മാസ്റ്റർ ഇരിക്കൂ. ടീച്ചർ പൂമുഖത്തുണ്ടായിരുന്ന ചാരുകസേരയിലെ പൊടി തട്ടിക്കൊണ്ട് ക്ഷണിച്ചു. ചായ ഒന്നും വേണ്ടിയിരുന്നില്ല. ഞാനിതാ ഇപ്പോൾ 5 മിനിറ്റ് മുമ്പ് മഠത്തിൽ നിന്ന് കാപ്പി കഴിച്ച് പുറത്തിറങ്ങിയതാണ്. ഞാൻ ഇറങ്ങട്ടെ, കുറച്ച് തിരക്കുണ്ട്. പരശുരാമയ്യർ മുറ്റത്തേക്ക് ഇറങ്ങി. ഡോണ്ട് വറി. ഗോപി ചായ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടാവും. വെള്ളം തിളച്ചു കിടന്നിരുന്നു. ഇരിക്കൂ മാസ്റ്റർ, ഇരിക്കൂ. ടീച്ചർ ഉറക്കെ വിളിച്ചു. ഗോപി, ചായ അമ്മായി കൂട്ടിക്കോളും. ഗോപി പോയി കുറച്ച് മുറുക്കാൻ വാങ്ങിക്കൊണ്ടുവരൂ. കണക്കിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് ടീച്ചറും അവനോട് പറഞ്ഞേക്കണം. മാസ്റ്റർ പൂമുഖത്തു തന്നെ കയറി കസേലയിലിരുന്നു. ഞാൻ പറയാറുണ്ട്. ഗോപി പുറത്തു വന്നു. യു മസ്റ്റ് ബി കെയർഫുൾ ഗോപി. മാത്തമാറ്റിക്സ് ഈസ് എ സയൻസ്. ദ അപ്രോച്ച് മസ്റ്റ് ബി സയൻറ്റിഫിക്. സാർ. ഗോപി അനുസരിച്ചു. വെറ്റിലയും പുകയിലയും ഒക്കെ നല്ലത് നോക്കി വാങ്ങിക്കോളൂ, ടീച്ചർ ഗോപിയോട് പറഞ്ഞ് അകത്തേക്ക് പോയി. ഗോപി പടി കടന്നു. പരശുരാമയ്യർ എഴുന്നേറ്റ് ചുവരിൽ തൂക്കിയിട്ട ഫോട്ടോകളിൽ കണ്ണോടിച്ചുകൊണ്ട് നിന്നു. മാലതി ടീച്ചറും അവരുടെ ഭർത്താവും കൂടിയുള്ള ഫോട്ടോ ചുവരിൽ നിന്നെടുത്ത് അകത്തി പിടിച്ച് അത് പരിശോധിച്ചുകൊണ്ട് നിന്നു. ഒരു കാൽപെരുമാറ്റം പരശുരാമയ്യർ അകത്തേക്ക് നോക്കി. ടീച്ചർ വരുന്നു. ഫോട്ടോ നോക്കിയതാണ്. പരശുരാമയ്യർ ചിരിച്ചുകൊണ്ട് തുടർന്നു. ഓ, യുവർ ഹസ്ബൻഡ് സീംസ് ടു ബി വെരി യങ്. ഹോം ഓഫ് യുവർ ഓൾഡർ. 3 വയസ്സ് വ്യത്യാസമുണ്ട്. ആ 3 വയസ്സ് അധികം എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ സമ്മതിക്കും. നിങ്ങളുടേത് ലവ് മാരേജ് ആയിരിക്കും അല്ലേ? ഒരു കച്ചവടമായിരുന്നില്ല, തീർച്ച. മുമ്പ് തന്നെ നിങ്ങൾ റിലേറ്റഡ് ആയിരുന്നുവോ? അദ്ദേഹം എൻ്റെ അച്ഛൻ്റെ മരുമകനാണ്, അമ്മാമൻ്റെ മകനും. ഓ, ബന്ധുത്വത്തിന്മേൽ ബന്ധുത്വം, കൊഴുപ്പിന്മേൽ കൊഴുപ്പ്. മൂപ്പർ ഇപ്പോൾ കാശ്മീരിൽ ആണല്ലേ? അതെ. മാലതി ടീച്ചറുടെ അമ്മായി ചായയും കൊണ്ട് വാതിൽക്കൽ വന്നു കഴിഞ്ഞിരുന്നു. അവർ വിളിച്ചു. മാലതി. മാസ്റ്റർ ഇരിക്കൂ, ചായ കഴിക്കൂ. ടീച്ചർ ചായക്കെറ്റിലും കോപ്പയും വാങ്ങി കോപ്പയിലേക്ക് ചായ ഒഴിച്ചുകൊണ്ട് പറഞ്ഞു. അന്നത്തെ കാര്യത്തിൽ എന്നെ തെറ്റിദ്ധരിക്കരുത്. പരശുരാമയ്യർ ചായക്കോപ്പ വാങ്ങിക്കൊണ്ട് തുടർന്നു. മഹർഷിമാർക്കു കൂടി പറ്റുന്ന വിഡ്ഢിത്തമാണ് എനിക്കും പറ്റി. എൻ്റെ കുറ്റമല്ല. ഇവിടെ വന്ന പല ടീച്ചർമാരും മറ്റേ വകക്കാരാണ്. ആ ശോശാമ്മ ടീച്ചറില്ലേ, അവൾ ഏതാണ് മുതലെന്നോ? സബ് ഇൻസ്പെക്ടർ ശങ്കരനാരായണൻ്റെ സ്വന്തമാണെന്നാണ് വെപ്പ്. പിന്നെ പലരുടെയും. എനിക്കിതൊന്നും കേൾക്കണ്ട സാർ. ലോകത്തിൽ അങ്ങനെ പലരും ഉണ്ടാവാം. ഞാൻ അതൊന്നും ശ്രദ്ധിക്കാറില്ല. ഞാൻ എന്നെ നന്നാക്കാനേ ശ്രമിക്കാറുള്ളൂ. പച്ചപ്പരമാർത്തിക്കു പനം കഴിവാണ് ടീച്ചർ. നമ്മൾ വിചാരിക്കും പോലെ ഒന്നുമല്ല ഈ ലോകം. ഗോപി മുറുക്കാൻ പൊതിയുമായി വന്നു കഴിഞ്ഞു. പരശുരാമയ്യർ കപ്പ് മടക്കി കൊടുത്തു. ചാരുകസേരയിലിരുന്ന് മുറുക്കി. ഗോപി, ബി കെയർഫുൾ. ആ ശിഷ്യന് ഒരിക്കൽ കൂടി താക്കീത് കൊടുത്തിട്ടേ പരശുരാമയ്യർ സ്ഥലം വിട്ടുള്ളൂ. അതുവരെ മാലതി ടീച്ചറെ കാണുമ്പോൾ പുഞ്ചിരി പൊഴിച്ചിരുന്ന പരശുരാമയ്യർ പതുക്കെ പതുക്കെ ഒരു ഗൗരവക്കാരനായി മാറി. ആ മുഖം കൂടുതൽ കറുത്തു. മാലതി ടീച്ചർ മലയാളം ഐച്ഛികമായി എടുത്ത് BA പാസ്സായി BTയും കഴിഞ്ഞ് ഗവൺമെൻറ് സർവീസിൽ വന്നതാണ്. അവർ ആത്മാർത്ഥമായും കൃത്യനിഷ്ഠയോടുകൂടിയും ജോലി ചെയ്യും. അതുകൊണ്ട് ഒരാൾക്കും അവരെ സംബന്ധിച്ച് പരാതി ഉണ്ടായിരുന്നില്ല. അവരെല്ലാവരോടും സൗഹാർദ്ദത്തോടെ പെരുമാറി, പരശുരാമയ്യരോടും. പക്ഷേ പരശുരാമയ്യർ അവരോട് അകന്നു നിന്നു. പരശുരാമയ്യർ ഫസ്റ്റ് അസിസ്റ്റൻ്റാണ്.
ഹെഡ് മാസ്റ്റർ അപ്പുണ്ണിമേനോൻ ലീവ് എടുക്കുമ്പോൾ പരശുരാമയ്യരെയാണ് ചാർജ് ഏൽപ്പിച്ചു കൊടുക്കുക പതിവ്. ചാർജ് ഏറ്റ ദിവസം സ്ഥാനം കിട്ടിയ രാജാവിനെ പോലെ പരശുരാമയ്യർ ഹെഡ് മാസ്റ്ററുടെ കസേലയിൽ ഗൗരവത്തോടെ ഇരിക്കും. തൻ്റെ ക്ലാസുകൾ മറ്റു വല്ലവർക്കും ഏൽപ്പിച്ചു കൊടുക്കും. പല പ്രാവശ്യം കെട്ടിടങ്ങളുടെ വരാന്തയിൽ കൂടെ നടന്ന് അധ്യാപകരുടെ പ്രവൃത്തി പരിശോധിക്കും. പലരെയും ഓഫീസിലേക്ക് വിളിപ്പിച്ചു താൻ കണ്ട തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു താക്കീത് കൊടുക്കും. ആ ദിവസം വിദ്യാർത്ഥികളിൽ ചിലർക്കൊക്കെ ഓഫീസിൽ ചെന്ന് അടി വാങ്ങേണ്ടിയും വരും. ഇത്തരം ദിവസങ്ങളിൽ പൂച്ച കയറി വന്ന വീട്ടിലെ എലികളെ പോലെയാണ് വിദ്യാർത്ഥികൾ പെരുമാറുക. അധ്യാപകർ പൊതുവിൽ പുച്ഛത്തോടെയാണ് ആ ആക്ടിംഗ് ഹെഡ് മാസ്റ്ററുടെ കൽപ്പനകളും ഉപദേശങ്ങളും സ്വീകരിച്ചിരുന്നത്. അന്ന് ഹെഡ് മാസ്റ്റർ കൽപ്പനയിലായിരുന്നു. പരശുരാമയ്യർ മാലതി ടീച്ചറുടെ ക്ലാസിൻ്റെ വരാന്തയിൽ തൂണും ചാരി നിലയുറപ്പിച്ചു. ടീച്ചർ പൂച്ച. ഏതോ ഒരു വിദ്യാർത്ഥി ആക്ടിംഗ് ഹെഡ് മാസ്റ്ററുടെ സാന്നിധ്യം ചൂണ്ടിക്കാട്ടി പതുക്കെ മന്ത്രിച്ചു. മാലതി ടീച്ചർ അതൊന്നും ശ്രദ്ധിക്കാതെ പാഠമെടുത്തു. ആ പാഠം കഴിഞ്ഞ് മാലതി ടീച്ചർ വിശ്രമമുറിയിലേക്ക് പോകുമ്പോൾ അവരുടെ പിന്നാലെ ചെന്ന് ശിപ്പായി അറിയിച്ചു. ടീച്ചറോട് ഓഫീസിലേറ്റം ചെല്ലാൻ പറഞ്ഞു. എന്നോടോ? മാലതി ടീച്ചർ തിരിഞ്ഞു നിന്ന് ചോദിച്ചു. അതെ. മാലതി ടീച്ചർ നേരെ ഓഫീസിലേക്ക് ചെന്നു. നിങ്ങൾ ചെറുപ്പമാണ് ടീച്ചറെ, കണ്ടയുടനെ ആക്ടിംഗ് ഹെഡ് മാസ്റ്റർ പറഞ്ഞു. ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നല്ലപോലെ ഒരുങ്ങിപ്പോകണം. ഒരുങ്ങാതെ ക്ലാസ്സിൽ പോയി വായിൽ വന്നതൊക്കെ പറഞ്ഞു കൊടുക്കരുത്. മാസ്റ്റർ എന്താ പറയുന്നത്? കുട്ടികളെ തെറ്റായി പഠിപ്പിക്കരുത് എന്ന്. ഞാൻ തെറ്റായി പഠിപ്പിച്ചിട്ടില്ലല്ലോ. ഇല്ല അല്ലേ? ഹെഡ് മാസ്റ്റർ തുടർന്ന് ചോദിച്ചു. ഇവിടെയുള്ളവരൊക്കെ ശുദ്ധ കഴുതകളാണെന്നാണോ നിങ്ങളുടെ വിചാരം? തെറ്റായി പഠിപ്പിച്ചാൽ അത് മനസ്സിലാക്കാൻ ചിലർക്കെങ്കിലും അറിയാം. ഞാൻ പഠിപ്പിച്ചതിൽ വല്ലതും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടിയാൽ തിരുത്തി കൊടുക്കാം. വെറുതെ അതും ഇതും പറഞ്ഞിട്ട് കാര്യമില്ല. അതിനാണ് വിളിച്ചത്. എന്നാൽ പറഞ്ഞോളൂ. ഇന്ന് 5th ഫോമിൽ പഠിപ്പിച്ച അലങ്കാരം തെറ്റാണ്. ഏതലങ്കാരം? ഇന്ന് 2-3 അലങ്കാരം പഠിപ്പിക്കാനുണ്ടായിരുന്നു. ഉൽപ്രേക്ഷ ഉണ്ടായിരുന്നില്ലേ? അതാണ് തെറ്റ്. അത് ഉൽപ്രേക്ഷയല്ല, ഉപമയാണ്. അല്ല, അത് ഉൽപ്രേക്ഷ തന്നെയാണ്. ഇതാണ് നിങ്ങൾക്കൊക്കെയുള്ള തകരാറ്. നിശ്ചയമില്ലെങ്കിൽ മേലുദ്യോഗസ്ഥന്മാർ പറഞ്ഞതു കേൾക്കണം. ഫസ്റ്റ് ഒബൈ ദെൻ കംപ്ലെയിൻ. പരശുരാമയ്യർ ഉറപ്പിച്ചു പറഞ്ഞു. അത് ഉപമയാണ്. ഞാൻ വിദ്വാനും ശിരോമണിയും മലയാളം BAയും ഒന്നും അല്ലെങ്കിലും ഉപമയും ഉൽപ്രേക്ഷയുമൊക്കെ എനിക്കും അറിയാം. അതുകൊണ്ടാണ് പറയുന്നത് തെറ്റായി പഠിപ്പിക്കരുതെന്ന്. ഞാൻ വാദിക്കാൻ ആളല്ല. ഞാൻ ഇന്ന് പഠിപ്പിച്ച അലങ്കാരങ്ങളിൽ ഒന്നും തെറ്റുപറ്റിയിട്ടില്ല. സംശയമുണ്ടെങ്കിൽ മാസ്റ്റർ മറ്റു വല്ലവരോടും ചോദിച്ചുകൊള്ളൂ. എനിക്ക് ഒരാളോടും ചോദിക്കേണ്ട. അത് ഉപമ തന്നെയാണ്. അതിൽ വ്യക്തമായി പോലെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉൽപ്രേക്ഷയാണെങ്കിൽ ആണോ എന്ന് തോന്നും എന്നാണ് പറയുക. പള്ളത്ത് രാമനാണ് എന്നെ മലയാളം പഠിപ്പിച്ചിരിക്കുന്നത്. അയാളേക്കാൾ വലിയ അറിവൊന്നും നിങ്ങൾക്കില്ല. പള്ളത്ത് രാമൻ്റെ ശിഷ്യനാണെന്ന് പറഞ്ഞ് ആ മഹാകവിയെയും കൂടി അപമാനിക്കരുത്. ഞാൻ പോകുന്നു. മാലതി ടീച്ചർ പിന്നെ അവിടെ നിന്നില്ല. അവർ വിശ്രമമുറിയിലേക്കു നടന്നു. കൂടെ പരശുരാമയ്യരും. മിസ്റ്റർ എഴുത്തച്ഛൻ. ടീച്ചേഴ്സ് റൂമിൻ്റെ ഉമ്മറത്ത് ചെന്ന് പരശുരാമയ്യർ ഉറക്കെ വിളിച്ചു. ഇവിടെ വരൂ, ഒന്ന് ചോദിക്കാനാണ്. എഴുത്തച്ഛൻ മാസ്റ്റർ വരാന്തയിലേക്ക് ചെന്നു. പോലെ എന്ന് പറഞ്ഞാൽ ഉപമയും ആണോ എന്ന് പറഞ്ഞാൽ ഉൽപ്രേക്ഷയുമല്ലേ? പരശുരാമയ്യർ ചോദിച്ചു. അതെ. എഴുത്തച്ഛൻ തുടരാൻ ഭാവിച്ചു. പക്ഷേ മതി മതി, പരശുരാമയ്യർ തുടർന്നലറി. മതി. ഇവിടെ ചില മോഹിനിയാട്ടക്കാരികൾ വന്നിട്ടുണ്ട്. ABCD അറിയാതെ BA BTക്കാരായിട്ട്. ഇവിടേക്ക് വരുന്നത് സൗന്ദര്യം പ്രകടിപ്പിക്കാനല്ല, കുട്ടികളെ ശരിക്ക് പഠിപ്പിക്കാനാണ്. പരശുരാമയ്യർ ഹെഡ് മാസ്റ്ററുടെ ഓഫീസിൽ പോയി കനപ്പിച്ചിരുന്നു. ശിപ്പായിയെ വീണ്ടും അയച്ച് മാലതി ടീച്ചറെ വിളിപ്പിച്ചു. പക്ഷേ അവർ ഓഫീസിലേക്ക് പോവുകയുണ്ടായില്ല. ആക്ടിംഗ് ഹെഡ് മാസ്റ്റർ വീണ്ടും പരശുരാമയ്യരായി അധ്യാപകരുടെ വിശ്രമമുറിയിലേക്ക് കടന്നു വരികയായിരുന്നു. മനസ്സിലായോ? ഫിസിക്കൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ സുകുമാരൻ സാറാമാവർക്കി ടീച്ചറെ പഠിപ്പിക്കുകയായിരുന്നു. വെറുതെ BA BTയായി ഇരുന്നാൽ പോരാ.
പോലെ എന്ന് പറഞ്ഞാൽ ഉപമ ആണോ എന്ന് തോന്നും, എന്ന് പറഞ്ഞാൽ ഉൽപ്രേക്ഷ. മനസ്സിലായോ? എന്നെ അലങ്കാരം പഠിപ്പിച്ചിരിക്കുന്നത് പള്ളത്തുരാമനാ. മാലതി ടീച്ചർ ഒന്നു ചിരിച്ചു. ഇത് ശൃംഗരിക്കാനുള്ള സ്ഥലമല്ല, പരശുരാമയ്യർ അലറി. ശൃംഗാരമൊക്കെ വീട്ടിൽ ചെന്നിട്ട് മതി, ഇത് സ്കൂളാണ്. യെസ് സാർ, യുവർ മോസ്റ്റ് ഒബീഡിയൻറ്റ് സെർവൻറ്റ്, PTI തുടർന്നു. പോടാ പട്ടരെ, ഇന്ന് ഞാനും താനും ഇവിടെ ഒരുപോലെയാണ്. താൻ ആക്ടിംഗ് ഹെഡ് മാസ്റ്റർ ആവുന്ന ദിവസം മതി ഈ വെട്ടും കൽപ്പനയും. ഇത് ചന്തപ്പുരയല്ല, പരശുരാമയ്യർ പറഞ്ഞു. അല്ല, അത് താനും മനസ്സിലാക്കണം. ഇന്ന് സ്വാതന്ത്ര്യം കിട്ടിയ കാലഘട്ടമാണ്. പണ്ടുകാലത്തെ സ്കൂൾ ഡെപ്യൂട്ടി ഇൻസ്പെക്ടറെ പോലെ താൻ ഞങ്ങളെയൊക്കെ പരിശോധിക്കാൻ വരണ്ട. ഞങ്ങൾ തന്നെ പോലെ തന്നെ കയ്യിൽ കുത്താൻ വന്നവരാ. പരശുരാമയ്യർ ഒന്നും പറഞ്ഞില്ല. മുഖം വീർപ്പിച്ച് പുറത്തേക്ക് പോയി. അപ്പോൾ ടീച്ചേഴ്സ് റൂമിൽ ഉണ്ടായിരുന്നവരൊക്കെ പൊട്ടിച്ചിരിച്ചു. കിട്ടേണ്ടത് കിട്ടിയപ്പോൾ തോന്നേണ്ടത് തോന്നി. സാറാമ്മ ടീച്ചർ തുടർന്നു. ഉടുത്ത പ്രാന്തന് ചികിത്സ ഉടുക്കാത്ത പ്രാന്താന്ന് പറയണത് ശരിയാണ്. ഞാൻ കുറേ ദിവസമായി വിചാരിക്കുന്നു ഒന്ന് ഒഴിഞ്ഞു കളയണമെന്ന്. പേടിച്ച് എഴുത്തച്ഛൻ മാസ്റ്ററെ പോലെ നിന്നാൽ ഈ പരശുരാമൻ നമ്മളെ കൊണ്ട് വീഴുപ്പലക്കും. PTIയുടെ ആ പോക്കിരി വേഷം ടീച്ചേഴ്സ് റൂമിന് ഒരു അനുഗ്രഹമാവുകയാണ് ചെയ്തത്. പരശുരാമയ്യർ പിന്നെ ടീച്ചേഴ്സ് റൂമിൽ വിശ്രമിക്കാൻ വന്നിട്ടില്ല. അദ്ദേഹം ഹെഡ് മാസ്റ്ററുടെ അനുവാദത്തോടെ ഒരു കസേലയും മേശയും ഒഴിവാക്കി ശിപായിയുടെ മുറിയിൽ കൊണ്ടുപോയി ഇടുവിച്ച് അവിടെ ഇരിപ്പുറപ്പിച്ചു. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. മധ്യവേനൽ കൽപ്പനക്കാലം അടുത്തു വരികയാണ്. മാലതി ടീച്ചർ വർഷാന്ത പരീക്ഷയ്ക്കുള്ള ചോദ്യക്കടലാസ് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശിപായി ആ കത്ത് കൊണ്ടുവന്നു കൊടുത്തത്. അടുത്തു തന്നെ സാറാമ്മ ടീച്ചറും ഇരുന്ന് ചോദ്യക്കടലാസ് എഴുതിയിരുന്നു. ഇതാ ഒരു കത്ത്, ശിപായി പറഞ്ഞു. ആർക്കാ? സാറാമ്മ ടീച്ചർ തല ഉയർത്തി ചോദിച്ചുകൊണ്ട് കൈനീട്ടി. മാലതി ടീച്ചർക്കാണ്. ശിപായി കത്ത് കൊടുത്ത് പുറത്തു പോന്നു. മാലതി ടീച്ചർ കത്ത് വാങ്ങി. പരിചയമുള്ള കൈപ്പട. അവരുടെ മുഖം പ്രസന്നമായി. അവർ കത്ത് പൊട്ടിച്ചു വായിച്ചു. എന്താ ടീച്ചർ, വിശേഷിച്ചൊന്നുമില്ലല്ലോ? സാറാമ്മ ടീച്ചർ ചോദിച്ചു. എന്താ ചിരിക്കുന്നത്? വിശേഷിച്ചൊന്നുമില്ല, പിന്നെ എന്താ ചിരിക്കുന്നത്? ഒന്നുമില്ല. മിഡ്സമ്മർ കാലത്തേക്ക് വരുമോ? പുറപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ചിരി കണ്ടപ്പോൾ ഞാൻ അത് ഊഹിച്ചു. ചിരിച്ചത് അതുകൊണ്ടൊന്നുമല്ല. പിന്നെ മൂപ്പർക്ക് ഇവിടെയും ഒരു പരിചയക്കാരനുണ്ടത്രേ. അയാളെ സഹായിക്കണമെന്ന് എഴുതിയിരിക്കുകയാണ്. ആരാ അത്? നമ്മുടെ PTI. അവർക്ക് വല്ല പരിചയവും കാണും. അതിനൊരു വഴിയും കാണുന്നില്ല. ആ സംഭാഷണം നീങ്ങുകയുണ്ടായില്ല. പരശുരാമ ഭരണമാണ് നാളെ തൊട്ട് 4 നാൾ എന്നു പാടി ചുവട് വെച്ചുകൊണ്ട് PTI ടീച്ചേഴ്സ് റൂമിലേക്ക് കടന്നു വന്നു. ഒരുങ്ങി ഇരുന്നു കൊള്ളണം. ഒരാഴ്ച പരശുരാമ ഭരണമാണ്. ഹെഡ് മാസ്റ്റർക്ക് എന്താ? എന്തോ വീട്ടുകാര്യമായി ഒരാഴ്ച ലീവ് എടുക്കുകയാണത്രേ. ഈ ഒരാഴ്ചത്തെ പനങ്കഴ് ഭരണത്തിനിടയിൽ ഞാൻ എന്തെങ്കിലും കുരുത്തക്കേട് കാട്ടാതിരിക്കില്ല. എൻ്റെ നാവേ, ഒരു ഉറുപ്പികയ്ക്ക് ലഡ്ഡു വാങ്ങിത്തരാം. നീയൊന്ന് അടങ്ങിക്കിടക്കണേ, PTI പ്രാർത്ഥിച്ചു. ഞാനൊന്ന് ചോദിക്കട്ടെ? മാലതി ടീച്ചർ ചോദിച്ചു. ഒന്നല്ല 2ഓ 3ഓ ചോദിക്കാം. PTI ഒരുങ്ങി നിന്നു. നിങ്ങൾ കുമാരമേനോനെ അറിയുമോ? ആരാണപ്പ ഈ കുമാരമേനോൻ? PTI കുറച്ചിട ആലോചിച്ച ശേഷം പറഞ്ഞു. കുമാരമേനോൻ എന്നു പേരുള്ള ഒരു ഹെഡ് മാസ്റ്ററെ അറിയും. അയാൾ ഈ പരശുരാമയ്യരുടെ മുത്തച്ഛനാണ്. കളിപ്പിക്കരുത്. അറിയുമോ? മാലതി ടീച്ചർ വീണ്ടും ചോദിച്ചു. അറിയില്ല. ആരാണ് അയാൾ? മാലതി ടീച്ചറുടെ ഭർത്താവാണ്. സാറാമ്മ ടീച്ചർ പറഞ്ഞു കൊടുത്തു. ഞാൻ അറിയില്ല. എന്തേ? PTI ചോദിച്ചു. ഏതായാലും നിങ്ങളോട് അന്വേഷണം പറയാനും നിങ്ങൾക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു തരാനും എനിക്ക് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം വരുമ്പോൾ നിങ്ങളെ ഒന്ന് കാട്ടിക്കൊടുക്കാനും. വരുന്നുണ്ടോ? PTI ചോദിച്ചു. പഠിക്കലെത്തിക്കഴിഞ്ഞു, സാറാമ്മ ടീച്ചർ പറഞ്ഞു. മാലതി ടീച്ചറുടെ ചുണ്ടത്തൊരു പുഞ്ചിരി പരന്നു. സ്കൂൾ വിടുവാനുള്ള ബെല്ലടിച്ചു. ആ ടീച്ചർമാർ ചോദ്യക്കടലാസ് എഴുതി ഓഫീസിൽ കൊടുത്ത് ഏൽപ്പിച്ചിട്ടേ വീട്ടിലേക്ക് പോയുള്ളൂ. ഹെഡ് മാസ്റ്റർ ചില വീട്ടുകാര്യങ്ങൾക്ക് വേണ്ടിയാണ് ലീവ് എടുത്തിരുന്നത്. ഒരാഴ്ച കഴിഞ്ഞ ഉടനെ 4 ദിവസത്തേക്ക് കൂടി ലീവ് കിട്ടി. അങ്ങനെ പരീക്ഷ കഴിയുന്നത് വരെ ഹൈസ്കൂളിൽ പരശുരാമ ഭരണം നിലനിന്നു. വർഷാന്ത പരീക്ഷ മുഴുവനും പരശുരാമ ഭരണകാലത്താണ് നടന്നത്. അന്ന് 5th ഫോമിൽ മലയാളവും 4th ഫോമിൽ കണക്കുമായിരുന്നു. വിദ്യാർത്ഥികളുടെ ഹാജരെടുത്ത് ചോദ്യക്കടലാസ് കൊടുത്തു. അവരെ എല്ലാം ഇരുത്തി. അവർ ഉത്തരം എഴുതി തുടങ്ങി. പരശുരാമയ്യർ ഒരു സർവാധിപതിയെ പോലെ എല്ലാ ഹാളുകളിലും നടന്ന് പരിശോധന നടത്തിക്കൊണ്ടിരുന്നു.
ബി കെയർഫുൾ, ബി കെയർഫുൾ, ദ സ്റ്റുഡൻസ് ആർ ലൈക്ക് monkeys, ദേ വിൽ കോപ്പി. പരശുരാമയ്യർ മാലതി ടീച്ചറുള്ള ഹാളിലേക്ക് കടന്നു വന്ന് തുടർന്നു. ശേഷാദ്രി, വാട്ട് ആർ യു ഡൂയിങ് ദർ? സർ. ശേഷാദ്രി എഴുന്നേറ്റു നിന്നു. പരശുരാമയ്യർ അതൊന്നും ശ്രദ്ധിക്കാതെ ഒരു ചോണൻ ഉറുമ്പിനെ പോലെ ബന്ധപ്പെട്ട് സ്ഥലം വിട്ടു. മാലതി ടീച്ചറും സാറാമ്മ വർക്കി ടീച്ചറുമായിരുന്നു ആ ഹാളിലെ സൂപ്പർവിഷൻ ജോലിയിൽ നിയുക്തരായിരുന്നവർ. നിങ്ങൾക്കൊരു തമാശ കേൾക്കണോ? പരശുരാമയ്യർ സ്ഥലം വിട്ടപ്പോൾ മാലതി ടീച്ചർ സാറാമ്മയെ സമീപിച്ചു ചോദിച്ചു. എന്താ? ഈ പരശുരാമയ്യർ മാസ്റ്റർ എനിക്ക് വേണ്ടി 7 അണ ചെലവാക്കിയിരിക്കുന്നു. എനിക്ക് അദ്ദേഹത്തോട് നന്ദിയുണ്ട്. എന്തുണ്ടായി? കുമാരമേനവന് 3 കത്തയച്ചിരിക്കുന്നു. മാലതി ടീച്ചർ സ്വരം താഴ്ത്തിക്കൊണ്ട് തുടർന്നു. വല്ലാത്തൊരു മനുഷ്യൻ. ഞാൻ ഇവിടെ ഒരു വ്യഭിചാരശാല നടത്തുകയാണത്രേ. നേരോ? നേര്. മാലതി ടീച്ചർ തുടർന്നു. ആ കത്തുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് കാട്ടിത്തന്നു. PTI സുകുമാരനാണത്രേ എൻ്റെ പീടികയിലെ വലിയ കോളുകാരൻ. എന്നിട്ടോ? മൂപ്പർ ദേഷ്യപ്പെട്ടിരുന്നുവോ? പട്ടാളക്കാരനാണെങ്കിലും അദ്ദേഹം മനുഷ്യനാണ്. അതാണ് അന്നത്തെ കത്തിൽ PTIക്ക് സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് എഴുതിയിരുന്നത്. ഈ പനങ്കഴുവിന് ചത്തുപോകേണ്ടി വരിയില്ലേ? സാറാമ്മ ടീച്ചർ തുടർന്നു. കരിമൂർഖൻ പാമ്പ്. ശോശാമ്മ ടീച്ചറുടെ വീട്ടിൽ നിന്ന് അടികൊണ്ടു മടങ്ങിയ പുള്ളിയാണ്. ടീച്ചർ കേട്ടിട്ടില്ലേ? എന്താ അത് കഥ? ഒരു കുട്ടി എന്തോ സംശയം ചോദിച്ചു. മാലതി ടീച്ചർ ആ കുട്ടിയെ സമീപിച്ചു. ചോദ്യം വിവരിച്ചു കൊടുത്തു. കഥ കേൾക്കാൻ ഒരുങ്ങി സാറാമ്മയുടെ അടുത്ത് വന്ന് നിൽപ്പായി. ശോശാമ്മ ടീച്ചറുടെ വാതിൽക്കൽ ചെന്ന് ഒരു ദിവസം രാത്രി പരശുരാമയ്യർ മുട്ടി വിളിച്ചു. സാറാമ്മ തുടർന്നു. ആരും വിളി കേട്ടില്ല. വാതിലും തുറന്നില്ല. മാഷ് വാതിലിനൊരു ചവിട്ട് കൊടുത്തു. അപ്പോൾ ഒരാൾ വാതിൽ തുറന്നു. മൂപ്പർ അങ്ങനെ ഒരു സ്വഭാവക്കാരനാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. വല്ല കുലുമാലും കാണിച്ചോ? എൻ്റെ നില എൻ്റെ കയ്യിലുണ്ടല്ലോ, മാലതി ടീച്ചർ തുടർന്നു. ആള് വാതിൽ തുറന്നിട്ടോ? തുറന്ന ആളുടെ കയ്യിൽ ഒരു ചൂരലുണ്ടായിരുന്നു. ആട്ടി അടിച്ചു. അതുതന്നെ. വാതിൽ തുറന്ന ആൾ സബ് ഇൻസ്പെക്ടറായിരുന്നു. ശോശാമ്മ ടീച്ചറെ പറ്റി ഒരു ദിവസം അദ്ദേഹം എന്നോട് പറയാൻ തുടങ്ങി. അപ്പോൾ കാശ്മീരിലേക്കുള്ള മേൽവിലാസം ആര് കൊടുത്തു? ഗോപിയുടെ കണക്ക് പുസ്തകത്തിൽ മേനോന്റെ മേൽവിലാസം എഴുതിയ ഒരു കവറുണ്ടായിരുന്നു. ഒരു ദിവസം അത് കണ്ടില്ലെന്നു പറഞ്ഞതായി ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. വല്ലാത്ത ഒരു ടൈപ്പ്. അവർ കൂടുതലൊന്നും പറഞ്ഞില്ല. ആ ഹാളിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. മണി 11:30 ഹാഫ് ആൻ അവർ മോർ. പരശുരാമയ്യർ ഹാളിൽ കടന്നു. മാലതി ടീച്ചറോട് ചോദിച്ചു. ഇന്ന് 5th ഫോമിൽ എയിലും ബിയിലും കൂടി അറ്റൻഡൻസ് എത്രയാണ്? 93. 93. പരശുരാമയ്യർ ഉരുവിട്ടുറപ്പിച്ചുകൊണ്ട് ഉറക്കെ ചോദിച്ചു. എന്നടാ ശേഷാദ്രി മുടിഞ്ചിതാ? സാർ. ശേഷാദ്രി എഴുന്നേറ്റു നിന്നു. പാസാച്ചാ? നിശ്ചല്യ സാർ. പരശുരാമയ്യർ ഹാളിൽ കൂടി നടന്നു. പല വിദ്യാർത്ഥികളെയും ഉത്തരക്കടലാസിൽ കണ്ണോടിച്ചു. 15 minutes മോർ. നൗ ഇറ്റ് ഈസ് 11:45. അദ്ദേഹം സ്ഥലം വിട്ടു. ഒരു വാണിംഗ് ബെൽ അടിച്ചു. 5 മിനിറ്റ് കൂടിയേ ഉള്ളൂ, മാലതി ടീച്ചർ ഉറക്കെ പറഞ്ഞു. കുട്ടികൾ ബന്ധപ്പെട്ട് കടലാസു മടക്കി പുറത്തു പേരെഴുതി തുന്നിക്കെട്ടി ആ അധ്യാപികമാരുടെ നേർക്കു നീട്ടി. ലോങ് ബെല്ലും അടിച്ചു. ശിപ്പായി ഹാളിൽ വന്നു. എല്ലാ കുട്ടികളുടെയും ഉത്തരക്കടലാസ് വാങ്ങി ആഫീസ് മുറിയിലേക്ക് പോയി. പോവുക? സാറാമ്മ ടീച്ചർ ചോദിച്ചു. എൻ്റെ പേപ്പർ വാങ്ങട്ടെ. ആഫീസിൽ പോയി വേഗം വരാം. മാലതി ടീച്ചർ ആഫീസിലേക്ക് പോയി. സാറാമ്മ ടീച്ചർ വരാന്തയിൽ കാത്തുനിന്നു. മാലതി ടീച്ചർ ആഫീസിൽ പോയി ലിസ്റ്റിൽ ഒപ്പിട്ട് കൊടുത്ത ഉത്തരക്കടലാസ് കെട്ടുമായി വന്നു. അവർ വീട്ടിലേക്ക് പോയി. ആ മധ്യവേനൽ കൽപ്പനക്കാലം മാലതി ടീച്ചർക്ക് മധുരമായിരുന്നു. അവർ ഭർത്താവ് ഒന്നിച്ചു ദക്ഷിണേന്ത്യയിൽ പല ദിക്കിലും പോയി. പല കാഴ്ചകളും കണ്ടു. പല പുണ്യസ്ഥലങ്ങളും കുളിച്ചു തൊഴുതു. ഓരോ ദിവസവും ആനന്ദത്തിൻ്റെ മുന്തിരിച്ചാറ് നിറച്ചുകൊണ്ടാണ് അവരുടെ മുന്നിൽ വന്നു വിളിച്ചുണർത്തിയിരുന്നത്. കുമാരമേനോന്റെ സാന്നിധ്യത്തിൽ അവരെല്ലാം മറന്നു. മറ്റൊന്നും വിചാരിച്ചില്ല. എല്ലാം മറന്ന് ആനന്ദിച്ചു. ആ മധുവിധു ആസ്വദിക്കാൻ 25 ദിവസമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. ആ കടലാസുകെട്ടുകളൊക്കെ നോക്കി തീർക്കേണ്ടതല്ലേ? ഇടയ്ക്കിടയ്ക്ക് കുമാരമേനോൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയും. ഞാൻ കാരണം ജോലി ചെയ്യാതിരിക്കരുത്.
സ്വർഗത്തിലേക്ക് കട്ടുറുമ്പിനെ വലിച്ചു കയറ്റാതിരിക്കൂ, മാലതി ടീച്ചർ പറയും. പോയാൽ പിന്നെ 10 ദിവസവും കൂടിയുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ അതൊക്കെ നോക്കി തീർക്കും. ഈ പേപ്പറിൻ്റെ കെട്ട് കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുന്നു. ഇതിൽ എത്ര എണ്ണമുണ്ട്? 93 93 186 എണ്ണം 5th ഫോമിൻ്റെ, 206 എണ്ണം 4th ഫോമിൻ്റെയും. ഇതൊക്കെ ശരിക്കും നോക്കി മാർക്കിടുമോ? പിന്നെ ഇല്ലാതെ. അഭിപ്രായം വെച്ച് അങ്ങോട്ട് മാർക്കിടുമല്ലേ? അങ്ങനെ ചെയ്യുന്നവരും ഉണ്ടാവും. നിങ്ങളുടെ സുഹൃത്ത് പരശുരാമയ്യർ അത്തരക്കാരനാണ്. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഇത് ഒന്നിച്ചു നോക്കാനിരുന്നാൽ തലവേദനിക്കില്ലേ? കുറേശ്ശെയായി തുടങ്ങിക്കോളൂ. എൻ്റെ പരിചര്യയ്ക്ക് നിന്നിട്ട് ജോലിയിൽ അശ്രദ്ധ വരുത്തരുത്. അതൊന്നുമില്ല. ഇപ്പോൾ നോക്കിയാലാണ് അശ്രദ്ധ വന്നു ചാടുക. മനസ്സിരിക്കില്ല. ആരാ മനസ്സിനെ പിടിച്ചു വലിക്കുന്നത്? ഞാനോ PTI സുകുമാരനോ? ഇപ്പോൾ നിങ്ങളാണ്. മാലതി ടീച്ചറുടെ മുഖം അല്പം ഒന്ന് വാടി. ആ മധുവിധു അങ്ങനെ കഴിഞ്ഞുപോയി. കുമാരമേനവൻ്റെ ലീവ് അവസാനിച്ചു. അദ്ദേഹം പോവാനൊരുങ്ങി. മാലതി ടീച്ചർ സശ്രദ്ധം ഭർത്താവിൻ്റെ പെട്ടി ഒരുക്കി വെച്ചു പൂട്ടി. വീട്ടിലെ മുറ്റത്തു നിൽക്കുന്ന ഒട്ടുമാവിൽ നിന്ന് 20 മാങ്ങ അറുത്ത് ഒരു തൂക്കുകൊട്ടയിൽ നിറച്ചു വെച്ചു. ഒരു ടിന്നിൽ ചക്കച്ചുള വറുത്തതും മറ്റൊന്നിൽ കവുങ്ങിൻ പുത്തട നെല്ലിടിച്ചാവിലും നിറച്ച് ഒരുക്കി. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാൻ വിളിച്ചുകൊണ്ടുവന്ന് പടിക്കൽ നിർത്തിയിരുന്ന കാറിൽ ഒരുക്കി വെച്ച സാമാനങ്ങളെല്ലാം കയറ്റി വെച്ചു. ഗോപിയെയും കൂട്ടി അദ്ദേഹത്തെ യാത്രയാക്കി. ആ കാർ കണ്ണിൽ നിന്നും മറയുന്നത് വരെ മാലതി ടീച്ചർ നോക്കി നിന്നു. അവരിൽ നിന്നൊരു നെടുവീർപ്പുയർന്നു. കൂടെ ഒരു സംസ്കൃത ശ്ലോകം. അവരറിയാതെ തന്നെ തത്വജ്ഞാനത്തിൻ്റെ ഈ ശ്ലോകം ഉരുക്കഴിച്ചുകൊണ്ടാണ് വീട്ടിലെത്തിയത്. ഭർത്താവിനെ യാത്രയയച്ചു വന്ന ഉടനെ കുട്ടികളുടെ ഉത്തരക്കടലാസുകെട്ട് എടുത്തഴിക്കണമെന്നായിരുന്നു അവർ വിചാരിച്ചിരുന്നത്. വന്നയുടനെ മുകളിലെ മുറിയിലേക്കു കയറി ടീപ്പോയും കസേലയും ജനലിൻ്റെ അടുത്തേക്ക് വലിച്ചിട്ടു. ഉത്തരക്കടലാസിൻ്റെ കെട്ടെടുത്തഴിച്ചു. 5th ഫോമിലെ A വിഭാഗത്തിൻ്റെ കെട്ട് വേറെ എടുത്തു. ആരാണത്? ഇടനാഴിയിൽ നിന്നൊരു കാൽപ്പെരുമാറ്റം. വടക്കേപ്പാട്ട മാധവിക്കുട്ടിയാണ്. ശരി തന്നെ, ഇന്നാണ് അവളുടെ പിറന്നാൾ, മാലതി ടീച്ചർ വിചാരിച്ചു. കുളിച്ചു കുറിയിട്ടു കണ്ണെഴുതി അലക്കിയതുടുത്ത മാധവിക്കുട്ടി അകത്തേക്ക് കടന്നു. എന്താ ഭാവം? മാധവിക്കുട്ടി തുടർന്നു. പിന്നെ ഈ പേപ്പറൊക്കെ നാളെ തൊട്ട് നോക്കാം. മര്യാദയ്ക്ക് പോന്നോളൂ, ഇല്ലെങ്കിൽ വലിച്ചോണ്ട് പോവും. ഇത് നോക്കൂ, ഇതൊക്കെ നോക്കണം. മാലതി ടീച്ചർ പേപ്പറിൻ്റെ വലിയ കെട്ട് കാട്ടിക്കൊണ്ട് തുടർന്നു. ഇന്ന് എന്നെ ഒഴിവാക്കൂ. ഞാൻ ഇത് കഴിഞ്ഞ് 1-2 ദിവസം വടക്കേപ്പാട്ട് താമസിക്കാം. അതാവാം, 1-2 ദിവസം താമസിക്കുകയും വേണം. അത് കാര്യം വേറെ. മാധവിക്കുട്ടി മാലതി ടീച്ചറുടെ കൈ കടന്നു പിടിച്ചു വലിച്ചുകൊണ്ട് തുടർന്നു. ഇതുവരെ ഞാൻ ലീവ് അനുവദിച്ചു. മൂപ്പരുള്ളപ്പോൾ സ്വർഗത്തിൽ കട്ടുറുമ്പാവണ്ടെന്ന് വിചാരിച്ചു ക്ഷമിച്ചു. മര്യാദയ്ക്ക് പോന്നോളോ പ്ലീസ്. മാലതി ടീച്ചർ എന്തോ പറയാൻ ശ്രമിച്ചു. പോയില്ലെങ്കിൽ ഞാൻ ഇന്ന് എൻ്റെ പിറന്നാളായിട്ട് ഇവിടെ ഇരുന്ന് നിരാഹാരവ്രതം നടത്തും. ആ ഭയങ്കര ഭീഷണിയുടെ മുമ്പിൽ മാലതി ടീച്ചർ ചൂളിപ്പോയി. അവർ ആ കടലാസുകെട്ട് അടുക്കി വെച്ച് മാധവിക്കുട്ടിയുടെ പിന്നാലെ നടന്നു. ആ സുഹൃത്ത് സാന്നിധ്യം അപ്പോൾ അവർക്കൊരനുഗ്രഹമായിരുന്നു. മാലതി ടീച്ചർ വടക്കേപ്പാട്ടു നിന്നും വന്നയുടനെ ടേബിൾ ലാമ്പിൻ്റെ കുപ്പി തുടച്ചു വൃത്തിയാക്കി. വിളക്കിൽ എണ്ണ പകർന്നു. കളർ പെൻസിൽ വൃത്തിയായി ചെത്തി കുറിപ്പിച്ചു വെച്ചു. കുളത്തിൽ പോയി മേൽ കഴുകി വന്ന് ഈറൻ മാറ്റി. കസേരയിൽ ഇരിക്കുമ്പോൾ ഗോപിയെ വിളിച്ചു പറഞ്ഞു, എന്നെ ഉണ്ണാൻ വിളിക്കരുത്, പിറന്നാൾ സദ്യ ദഹിച്ചിട്ടില്ല. അവർ വാതിലടച്ചു. 5th ഫോമിൽ ഏറ്റവും നന്നായി പഠിക്കുന്നവരെന്ന് അവർ വിശ്വസിക്കുന്ന 2 കുട്ടികളുടെ പേപ്പറുകൾ എടുത്തു. CK വാസുദേവൻ്റെയും VP പത്മിനിയുടെയും. അരക്കൊല്ല പരീക്ഷയുടെ മാർക്ക് അവർക്ക് ഓർമ്മയുണ്ട്. വാസുദേവന് 64, പത്മിനിക്ക് 63. ക്ലാസ്സിൽ മലയാളത്തിൽ അവർ തമ്മിൽ ഒരു മത്സരമാണ്. കാൽക്കൊല്ല പരീക്ഷയിൽ പത്മിനിയായിരുന്നു ഹയസ്റ്റ്. അരക്കൊല്ല പരീക്ഷയിൽ വാസുദേവനായി. വർഷാന്ത്യ പരീക്ഷയിലോ മാലതി ടീച്ചർക്ക് അതറിയാൻ ബദ്ധപ്പാടായി. അവർ വാസുദേവൻ്റെ കടലാസ് നോക്കി മാർക്കിട്ടു കൂട്ടിയിട്ടു. 74. പത്മിനിയുടെ കടലാസും എടുത്തു. അതും നല്ല കൈയക്ഷരത്തിലുള്ളതാണ്. ഒന്നിനൊന്ന് തൊടാതെ വ്യക്തമായി എഴുതിയ പെൺവടിവ്. ആ കടലാസിൽ പുസ്തകത്തിലെ പല വരികളും അതേപടി പകർന്നിട്ടുണ്ട്.
ആദ്യത്തെ 5 ചോദ്യങ്ങൾക്ക് വാസുദേവനേക്കാൾ അധികം മാർക്ക് പത്മിനി വാങ്ങി. 6ാമത്തെ ചോദ്യം വിവരണാത്മകമായിരുന്നു. പത്മിനി അതിൽ അല്പം പരാജയപ്പെട്ടിരിക്കുകയാണ്. 7, 8, 9 ചോദ്യങ്ങളിലും അവൾക്ക് വാസുദേവനോളം മാർക്ക് വാങ്ങാൻ കഴിഞ്ഞില്ല. വ്യാകരണവും വൃത്തവും അലങ്കാരവും വാസുദേവൻ എഴുതിയിരുന്നില്ല. പത്മിനി അതെല്ലാം ശരിക്കെഴുതി മുഴുവൻ മാർക്കും നേടിയിരിക്കുന്നു. ടീച്ചർ മാർക്ക് കൂട്ടി. 73.5. വീണ്ടും കൂട്ടി. തെറ്റൊന്നുമില്ല. അരമാർക്കിന് പത്മിനി താഴ്ന്നു നിന്നുകൂടാ. മാലതി ടീച്ചർ പത്മിനിക്കും 74 മാർക്ക് കൊടുത്തു. ക്ലാസ്സിൽ തീരെ ശ്രദ്ധിക്കാത്തവരെന്ന് പേരെടുത്തവരാണ് ചക്കപ്പനും മുഹമ്മദ് കുട്ടിയും. ടീച്ചർ അവരുടെ കടലാസും നോക്കി. അവരിൽ മുഹമ്മദ് കുട്ടി പാസ് മാർക്ക് വാങ്ങിയിരിക്കുന്നു. 35 മാർക്കുണ്ട്. ചക്കപ്പന് ഒരു മാറ്റവുമില്ല. വെറും 17 മാർക്ക്. ആ 4 പേപ്പറുകൾ നോക്കിക്കഴിഞ്ഞ ശേഷം മാലതി ടീച്ചർ ഉത്തരക്കടലാസുകളുടെ എണ്ണം നോക്കി. 93-ൽ 4 എണ്ണം കഴിച്ച് 89 എണ്ണം ഉണ്ടാവണം. പക്ഷേ 88 ഉള്ളൂ. അവർ 2 വട്ടവും കൂടി എണ്ണി നോക്കി. ഒരു ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ആരുടെ പേപ്പറാണെന്നേ അറിയേണ്ടതുള്ളൂ. ടീച്ചർ ലിസ്റ്റ് എടുത്തു. പേപ്പറുകൾ അടുക്കി വെച്ചു പരിശോധിച്ചു. CP ലക്ഷ്മിക്കുട്ടിയുടെ പേപ്പറാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അവൾ ക്ലാസ്സിൽ ഒരു ആവറേജ് സ്റ്റുഡൻ്റാണ്. പാസ്സാവാതിരിക്കില്ല. കാൽക്കൊല്ല പരീക്ഷയ്ക്കും അരക്കൊല്ല പരീക്ഷയ്ക്കും 40-ലധികം മാർക്ക് വാങ്ങിയിട്ടുണ്ട്. എങ്കിലും പേപ്പർ കണ്ടു കിട്ടാത്തതുകൊണ്ട് അവർക്കൊരു അസ്വാസ്ഥ്യം തോന്നി. കൃത്യമായും സത്യസന്ധമായും ജോലി ചെയ്ത് തീർക്കണമെന്ന് വാശിയുണ്ടായിരുന്ന അവർ ഒന്ന് വാടി. സാരമില്ല, കുറച്ചിട. ആലോചിച്ചിരുന്ന ശേഷം മാലതി ടീച്ചർ സമാധാനിച്ചു. ഒരു മഹാപാപമൊന്നുമില്ല. അവൾക്ക് പാസ്സാവാൻ അർഹതയുണ്ട്. ഒരു പരീക്ഷയും ഇല്ലാതെ തന്നെ അധ്യാപകരുടെ ഇഷ്ടത്തിനും വിദ്യാർത്ഥികളെ പ്രൊമോട്ട് ചെയ്യുന്ന പതിവുണ്ടല്ലോ. മാലതി ടീച്ചർ ദിവസവും 10 മുതൽ 12 മണിക്കൂർ വരെ പണിയെടുത്ത് 5 ദിവസം കൊണ്ട് പരീക്ഷക്കടലാസുകളൊക്കെ നോക്കി തീർത്തു. മാർക്ക് ലിസ്റ്റും ശരിപ്പെടുത്തി. അതോടുകൂടി തന്നെ അവർ കുമാരമേനോന് ഒരു കത്തും എഴുതി. ആ കത്തിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ എഴുതി: 60 മണിക്കൂർ ഏകാഗ്രമായി ഇരുന്നു പേപ്പറുകളെല്ലാം നോക്കി തീർത്തു. ആ സമയം അത്രയും ഒരാളെ ഓർമ്മിച്ചിരുന്നില്ല. മാപ്പാക്കുമല്ലോ. മെയ് 15-ാം തീയതിക്കാണ് മാർക്ക് ലിസ്റ്റ് കൊടുക്കേണ്ടത്. മാലതി ടീച്ചർ അന്നു രാവിലെ ഗോപിയെയും കൂട്ടി നേരത്തെ തന്നെ ഹൈസ്കൂളിൽ ചെന്ന് മാർക്ക് ലിസ്റ്റും ഉത്തരക്കടലാസുകളും ഹെഡ് മാസ്റ്ററെ ഏൽപ്പിച്ചു കൊടുത്തു. അന്നു തന്നെ പ്രൊമോഷൻ ലിസ്റ്റ് തയ്യാറാക്കുമെന്നായിരുന്നു മെമ്മോ. 1 മണിക്ക് വന്നാൽ പോരെ പ്രൊമോഷൻ ലിസ്റ്റ് തയ്യാറാക്കാൻ? മാലതി ടീച്ചർ അന്വേഷിച്ചുകൊണ്ട് തുടർന്നു. വീടൊന്ന് തുറന്നു നോക്കി വരാമെന്ന് വിചാരിച്ചു. വീടും സ്കൂളും ഒരു ദിവസം പൂട്ടിയതാണ്. ടീച്ചർ ഇന്നിപ്പോൾ നിന്നു വിഷമിക്കേണ്ട. ഇന്ന് പ്രൊമോഷൻ ലിസ്റ്റ് തയ്യാറാക്കാൻ സൗകര്യപ്പെടില്ല. ചിലരൊന്നും പേപ്പറും മാർക്ക് ലിസ്റ്റും തന്നിട്ടില്ല. ഹെഡ് മാസ്റ്റർ തുടർന്നു. 20-ാം തീയതി ഒന്നുകൂടി വരൂ. അന്ന് പ്രൊമോഷൻ ലിസ്റ്റ് തയ്യാറാക്കാം. ആരുടെയൊക്കെയാണ് ബാക്കി? പരശുരാമയ്യരാണ് ഒന്നും ചെയ്യാത്തത്. മറ്റു പലർക്കും ആവശ്യവുമാണ്. എന്നാൽ 20-ാം തീയതി കാലത്തു തന്നെ വരാം. ഞങ്ങൾ ഇപ്പോൾ വീട് തുറക്കാൻ നിൽക്കുന്നില്ല. എന്നാൽ അങ്ങനെ ഹെഡ് മാസ്റ്റർ അനുവദിച്ചു. മാലതി ടീച്ചർ വീട് തുറന്നു നോക്കാതെ തന്നെ നാട്ടിലേക്ക് പോയി. വീട്ടിൽ വന്ന 3-ാം ദിവസമാണ് ആ കത്തു കിട്ടിയത്. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: ഉത്തരക്കടലാസു കെട്ടിൽ ഒരെണ്ണം കാണാനില്ല. ലിസ്റ്റിൽ മാർക്ക് ചേർത്തു കാണുന്നുമുണ്ട്. പ്രൊമോഷൻ വളരെ സ്ട്രിക്റ്റ് ആകണമെന്ന് പരശുരാമയ്യർ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കത്തെഴുതുന്നത്. 20-ാം തീയതി വരുമ്പോൾ ആ കടലാസ് കൂടി കൊണ്ടുവരണം. കത്ത് വായിച്ചു തീർന്നതോടെ മാലതി ടീച്ചർ വിളർത്തുപോയി. ഇനി എന്തു ചെയ്യും? അതായി അവരുടെ ആലോചന. ഹെഡ് മാസ്റ്ററോട് സംഗതി തുറന്നു പറയാമായിരുന്നു. അവർ അസ്വസ്ഥയായി. കാര്യം അത്ര ഗൗരവമുള്ളതല്ലെങ്കിലും അധ്യാപകന്മാരുടെ മുമ്പിൽ തൻ്റെ അശ്രദ്ധ കൊണ്ട് വന്നു ചേർന്ന ഒരു കുറ്റം തുറന്നു സമ്മതിക്കണമെന്നോർത്തപ്പോൾ അവർ വാടിത്തളർന്നു. അവസാനം മാലതി ടീച്ചർ തീരുമാനിച്ചു, CP ലക്ഷ്മിക്കുട്ടിയെ കൊണ്ട് ഒരിക്കൽ കൂടി ഉത്തരം എഴുതിക്കാം. അത് നോക്കി മാർക്കിട്ട് ലിസ്റ്റിലെ മാർക്കിന് ശരിപ്പെടുത്തി കൂട്ടിയിട്ട് കൊടുക്കാം. മാലതി ടീച്ചർ 14-ാം തീയതി തന്നെ ഗോപിയെയും കൂട്ടി നാട്ടിൽ നിന്ന് പുറപ്പെട്ട് സ്കൂളിൻ്റെ അടുത്തുള്ള വാടക വീട്ടിൽ ചെന്നു. അത് തുറന്നു നോക്കി പണിക്കാരിയെ വിളിച്ച് ചിതലും മാറാലയും തട്ടി അടിച്ചുവാരി വൃത്തിയാക്കാൻ ഏൽപ്പിച്ച് ലക്ഷ്മിക്കുട്ടിയുടെ വീട്ടിലേക്ക് പോയി. ഞാൻ ജയിക്കില്ലേ ടീച്ചർ? മലയാളത്തിൽ എനിക്ക് എത്ര മാർക്കാ? ലക്ഷ്മിക്കുട്ടി ടീച്ചറെ കണ്ടയുടനെ അതാണ് ചോദിച്ചത്. അവൾക്കതാണ് അറിയേണ്ടത്. മലയാളത്തിൽ ലക്ഷ്മിക്കുട്ടി പാസ്സാവും. മാലതി ടീച്ചർ തുടർന്നു. ലക്ഷ്മിക്കുട്ടി ഒരു കാര്യം ചെയ്യണം. എന്താ ടീച്ചർ? ലക്ഷ്മിക്കുട്ടിയുടെ ഉത്തരക്കടലാസ് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു.
റെക്കോർഡ് ശരിപ്പെടുത്തുമ്പോൾ ആ സ്ഥാനത്ത് മറ്റൊന്ന് എഴുതി വെക്കണം. അതിന് ഒരിക്കൽ കൂടി ഉത്തരം എഴുതി തരണം. ഞാൻ ഉച്ചയ്ക്ക് മുമ്പ് എഴുതിക്കൊണ്ടുവന്ന് തരാം. ലക്ഷ്മിക്കുട്ടി സമ്മതിച്ചു. ആവൂ, അത് ശരിപ്പെട്ടുവല്ലോ. ടീച്ചർക്ക് സമാധാനമായി. അവർ വീട്ടിലേക്ക് മടങ്ങി. അന്ന് അവിടെ വെച്ചുണ്ട് താമസിച്ചു. പിറ്റേന്നു കാലത്ത് 10 മണിക്ക് തന്നെ ടീച്ചർ സ്കൂളിലെത്തി. ലക്ഷ്മിക്കുട്ടിയുടെ ഉത്തരക്കടലാസ് ഹെഡ് മാസ്റ്ററെ ഏൽപ്പിച്ചു. ഹൈസ്കൂളിലെ സീലെടുത്ത് ഉത്തരക്കടലാസിൽ പതിക്കണമെന്ന് വിചാരിച്ചതാണ്. മറ്റു കുട്ടികളുടെ കടലാസുകളിലൊക്കെ സീലുണ്ട്. ഒരു കടലാസിൽ മാത്രം സീലില്ലെങ്കിലോ? മാലതി ടീച്ചർ അത് ആലോചിക്കുകയല്ല. പക്ഷെ സാധിച്ചില്ല. ഹെഡ് മാസ്റ്ററുടെ ആഫീസ് മുറിയിൽ പരശുരാമയ്യർ കാലത്തന്നെ സ്ഥലം പിടിച്ചിരുന്നു. ആ മേശപ്പുറത്താണ് സീല്. സാരമില്ല, അത്രയ്ക്കധികം ശ്രദ്ധിച്ച് ഇക്കാര്യങ്ങളൊന്നും ആരും നോക്കാറില്ല. മാലതി ടീച്ചർ സമാധാനിച്ചു. 10 ഒഴിഞ്ഞുകിടക്കുന്ന SSLC ക്ലാസ്സിൽ വെച്ച് പ്രൊമോഷൻ ലിസ്റ്റ് തയ്യാറാക്കുവാൻ ടീച്ചർമാർ യോഗം ചേർന്നു. എല്ലാ അധ്യാപകന്മാരും ഉണ്ടായിരുന്നു. ഹെഡ് മാസ്റ്റർ അപ്പുണ്ണി മേനോൻ അധ്യക്ഷത വഹിച്ചു. റൈറ്റർ മുഹമ്മദ് അലി അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയെ പോലെ ലിസ്റ്റിൽ മാർക്കു ചേർക്കാൻ ഒരുങ്ങിയിരുന്നു. എല്ലാ വിഷയത്തിലും 35% കൂടുതലോ മാർക്ക് കിട്ടിയവരെ പാസ്സാക്കാം. മറ്റുള്ളവരുടെ കാര്യം ആലോചിച്ച് തീരുമാനിക്കാം. ക്ലാസ് കയറ്റം കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാന തത്വം ഇതായിരുന്നു. ഹെഡ് മാസ്റ്റർ 5th ഫോമിലെ ഇംഗ്ലീഷ് മാർക്ക് വായിച്ചു കൊടുത്തു. മുഹമ്മദ് അലി അത് പകർത്തിയെടുത്തു. മാലതി ടീച്ചർ എഴുന്നേറ്റ് മലയാളത്തിൻ്റെ മാർക്ക് ലിസ്റ്റ് എടുത്തു വായിക്കാൻ തുടങ്ങി. അവരുടെ ചുണ്ടും നാവും വരളും പോലെ ഒരു തോന്നൽ. അവർ നാവ് കൊണ്ട് ചുണ്ടു നനച്ച ശേഷം ലിസ്റ്റ് തുടർന്നു വായിച്ചു. CP ലക്ഷ്മിക്കുട്ടി 42. സാർ, എനിക്കൊന്ന് ചോദിക്കാനുണ്ട്. മാലതി ടീച്ചർ വായിച്ച് തീരും മുമ്പ് തന്നെ പരശുരാമയ്യർ എഴുന്നേറ്റ് നിന്നു പറഞ്ഞു. പേപ്പർ നോക്കാതെ മാർക്കിട്ടാലും മതിയോ? എന്താ ഈ ചോദിക്കുന്നത്? ഹെഡ് മാസ്റ്റർ അന്വേഷിച്ചു. അല്ല, ചോദിച്ചുവെന്ന് മാത്രം. ചിലർക്ക് പേപ്പർ കാണാതെ തന്നെ മാർക്കിടാമെങ്കിൽ ഞങ്ങളെ കൊണ്ട് എന്തിന് ഇത്ര പണിയെടുപ്പിച്ചു? പരശുരാമയ്യർ ചോദിച്ചു. ആരാ പേപ്പർ നോക്കാതെ മാർക്കിട്ടത്? മാലതി ടീച്ചർ. അവർ കൃത്യമായി പേപ്പർ നോക്കി തന്നിരിക്കുന്നു. CP ലക്ഷ്മിക്കുട്ടിയുടെ പേപ്പർ അവർ കണ്ടിട്ട് പോലുമില്ല. അത് എൻ്റെ 4th മാത്തമാറ്റിക്സ് പേപ്പറിൻ്റെ കൂട്ടത്തിൽ കിടന്നിരുന്നു. ഞാൻ ഇന്നലെയാണ് കണ്ടത്. മാലതി ടീച്ചർ ഇരുന്നു. അവരുടെ കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ ഒരു തോന്നൽ. ആകെ തളർന്നു പോയി. സൗന്ദര്യമുള്ളവർക്കൊന്നും പേപ്പർ നോക്കണ്ടെന്നാണ് നിയമമെങ്കിൽ അത് കഷ്ടമാണ്. പരശുരാമയ്യർ തുടർന്നു. ഞാൻ കുറച്ചു കറുത്തുപോയി. നിർഭാഗ്യത്തിന് വസൂരിയും ഉണ്ടായി. വേണ്ടാത്തതൊന്നും പറയണ്ട. കാര്യം എന്താണെങ്കിൽ അത് പറയൂ, ഹെഡ് മാസ്റ്റർ പറഞ്ഞു. പറയേണ്ടത് പറയുക തന്നെ വേണം. അവർക്ക് പരീക്ഷാകാലത്ത് തൻ്റെ ഇടം ഉണ്ടായിരുന്നില്ല. ഹണിമൂൺ കാലമായിരുന്നു. ഇപ്പോൾ വായിൽ തോന്നിയ മാർക്കും എഴുതിക്കൂട്ടി ഇവിടെ വന്ന് വായിച്ചതാണ്. നമ്മുടെ കുട്ടികളുടെ ജീവിതമാണ് ഈ കാമഭ്രാന്ത് കൊണ്ട് നഷ്ടപ്പെടുന്നത്, പരശുരാമയ്യർ പറഞ്ഞു. മാസ്റ്റർ, വേണ്ടാത്തതൊന്നും പറയണമെന്നില്ല, മാലതി ടീച്ചർ പറഞ്ഞു. ആത്മാർത്ഥമായും പേപ്പർ നോക്കിയിരിക്കുന്നു. പരശുരാമയ്യർ കൊഞ്ഞനം കാട്ടിക്കൊണ്ട് തുടർന്നു. ഇതാണ് ആത്മാർത്ഥതയുടെ സാമ്പിളെങ്കിൽ ആത്മാർത്ഥതയുടെ കള്ളി ഇപ്പോൾ വെളിച്ചത്തായി. ഇതാ ലക്ഷ്മിക്കുട്ടിയുടെ മലയാളം പേപ്പർ. പരശുരാമയ്യർ ആ ഉത്തരക്കടലാസ് ഹെഡ് മാസ്റ്ററുടെ മേശപ്പുറത്തേക്ക് വെച്ചു കൊടുത്തു. ടീച്ചറല്ലേ ഇന്ന് രാവിലെ ആ ഒരു പേപ്പർ കൊണ്ടുവന്നു തന്നത്? ഹെഡ് മാസ്റ്റർ ചോദിച്ചു. അതിൻ്റെ കള്ളത്തരവും ഞാൻ അറിഞ്ഞിരിക്കുന്നു, പരശുരാമയ്യർ തുടർന്നു. ഇന്നലെ ഇവിടെ വന്ന് ലക്ഷ്മിക്കുട്ടിയെ കൊണ്ട് പുതുതായി ഉത്തരം എഴുതി വെച്ചിരിക്കുകയാണ്. കള്ളത്തരം കാണിക്കുന്നതിനും ഒരു കണക്കൊക്കെ വേണം. ഞാൻ ആ കുട്ടിയുടെ വീട്ടിൽ ചെന്ന് അന്വേഷിച്ചു. അവളുടെയും രക്ഷിതാവിൻ്റെയും സ്റ്റേറ്റ്മെൻറ്റ് കൂടി വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ട്. പരശുരാമയ്യർ ലക്ഷ്മിക്കുട്ടിയെ കൊണ്ട് എഴുതിച്ച് അവളുടെ അച്ഛനെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ സ്റ്റേറ്റ്മെൻറ്റ് ഹെഡ് മാസ്റ്ററുടെ മേശപ്പുറത്ത് വെച്ചുകൊടുത്തു. ഹെഡ് മാസ്റ്റർ ആദ്യത്തെ ഉത്തരക്കടലാസ് വാങ്ങി വെച്ചു. സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു നോക്കി. മാലതി ടീച്ചർ എന്തു പറയുന്നു? മാലതി ടീച്ചർ ഒന്നും പറഞ്ഞില്ല. അവരുടെ കവിളത്ത് കൂടി കണ്ണുനീരൊലിച്ചിരുന്നു. പരശുരാമയ്യർ ആ മുഖത്ത് തന്നെ സൂക്ഷിച്ചു നോക്കിയിരിക്കുകയാണ്. ആ വസൂരിക്കലയുള്ള മുഖത്തൊരു പുഞ്ചിരി നൃത്തം വെച്ചു. എന്താണൊന്നും പറയാത്തത്? ഹെഡ് മാസ്റ്റർ വീണ്ടും ചോദിച്ചു. ഞാൻ സത്യം പറയാം, മാലതി ടീച്ചർ മുഖം തുടച്ച് എഴുന്നേറ്റു നിന്നുകൊണ്ട് തുടർന്നു. സംഗതികളൊക്കെ ശരിയാണ്. ഉത്തരക്കടലാസുകളൊക്കെ ഞാൻ വാങ്ങി ലിസ്റ്റിൽ ഒപ്പിട്ട് കൊടുത്തു. വീട്ടിൽ പോയി എണ്ണി നോക്കിയപ്പോൾ ഒരു കടലാസു കണ്ടില്ല. അത് ലക്ഷ്മിക്കുട്ടിയുടേതായിരുന്നു. ഉത്തരക്കടലാസ് മുഴുവനും വേണമെന്ന് ഹെഡ് മാസ്റ്റർ പറഞ്ഞപ്പോൾ ഞാൻ അവളെ കൊണ്ട് പുതുതായി ഒന്ന് എഴുതിച്ചത് ശരിയാണ്.
ഇപ്പോൾ ആത്മാർത്ഥത തെളിഞ്ഞില്ലേ? പരശുരാമയ്യർ തുടർന്നു. ഇളിഞ്ഞ ന്യായങ്ങളൊന്നും വിളമ്പണ്ട. ആ ഉത്തരക്കടലാസൊക്കെ മറ്റു വല്ലവരെ കൊണ്ട് നോക്കിച്ച് മറ്റൊരു ദിവസം പ്രൊമോഷൻ ലിസ്റ്റ് തയ്യാറാക്കാം. ഈ ഒരൊറ്റ കടലാസ് ഒഴികെ മറ്റുള്ളതൊക്കെ ഞാൻ ആത്മാർത്ഥത ഒരാത്മാർത്ഥത പരശുരാമയ്യർ ഇടയിൽ കടന്നു പറഞ്ഞു. മറ്റുള്ളവർ ശരിക്ക് പണിയെടുക്കുക, ആത്മാർത്ഥതയുടെ കുത്തകക്കാർ വായിൽ തോന്നിയ മാർക്ക് ലിസ്റ്റ് എഴുതിക്കൊണ്ടുവരികയും. ഇതാണ് ഞാൻ പറയാറുള്ളത്, പച്ച പരമാർത്ഥിക്ക് പനം കഴിവാണെന്ന്. ഇനി എന്ത് വേണം? ഹെഡ് മാസ്റ്റർ അന്വേഷിച്ചു. ഒരു കാര്യം ചെയ്യാം, സാറാമ്മ ടീച്ചർ പറഞ്ഞു. ലക്ഷ്മിക്കുട്ടിയുടെ ഒരു പേപ്പറിന്മേലല്ലേ ഈ കുഴപ്പമുള്ളൂ, അത് നിർത്തിവെച്ച് മറ്റുള്ളതൊക്കെ ശരിപ്പെടുത്താം. അങ്ങനെ ചെയ്യാം. ഹെഡ് മാസ്റ്റർ സമ്മതിച്ചു. മറ്റൊരു പരീക്ഷ മലയാളത്തിൽ മാത്രം ലക്ഷ്മിക്കുട്ടിക്ക് കൊടുക്കാം. എന്താ മിസ്റ്റർ പരശുരാമയ്യർ? ഞാൻ സമ്മതിക്കില്ല, പരശുരാമയ്യർ തുടർന്നു. ചിലരുടെ കാര്യത്തിൽ മാസ്റ്റർക്ക് എന്താണ് ഇത്ര സിമ്പതി? ഈ കേസ് അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. ഇത്ര ഉത്തരവാദബോധമില്ലാത്തവർ ടീച്ചർമാരാവാൻ പറ്റില്ല. ഹെഡ് മാസ്റ്റർ ഈ സംഗതി ഇപ്പോൾ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷണൽ ഓഫീസർക്ക് റിപ്പോർട്ട് ചെയ്യണം. അദ്ദേഹം തീർച്ചയാക്കട്ടെ. കുറച്ചിട ആരും ഒന്നും പറഞ്ഞില്ല. വെറുതെ കുഴപ്പമുണ്ടാക്കാതെ കഴിക്കുകയല്ലേ നല്ലത്. തെല്ലിട കഴിഞ്ഞപ്പോൾ ഹെഡ് മാസ്റ്റർ ചോദിച്ചു. മാലതി ടീച്ചർക്ക് ചെറുപ്പമാണ്, അവരുടെ ഭാവി നമ്മൾ നശിപ്പിക്കരുത്. ഒരബദ്ധം പറ്റിയതിന് മാപ്പ് കൊടുക്കുക. ചെറുപ്പം? ഹെഡ് മാസ്റ്ററും അവരുടെ മൂടുതാങ്ങിയാണെങ്കിൽ താങ്ങിക്കൊള്ളണം. ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് DOവിന് അയക്കും. ഇത്തരം അക്രമം ഇനി ഒരാൾ ചെയ്യരുത്. ആ ടീച്ചർ വല്ലതും ഉപദേശിച്ച ചാടിക്കടിക്കാൻ വരും. പരീക്ഷക്കാലത്ത് ചൂടുമൂത്ത സമയമായിരുന്നു. കടലാസ് വാങ്ങുമ്പോൾ ഒന്ന് എണ്ണി നോക്കാനും കൂടെ ഇടയില്ല. അശ്രദ്ധ തന്നെ. സർ, മാലതി ടീച്ചർ സധൈര്യം പറഞ്ഞു. ഹെഡ് മാസ്റ്റർ വിഷമിക്കരുത്, റിപ്പോർട്ട് ചെയ്തോളൂ. വരുന്നതൊക്കെ ഞാൻ സഹിച്ചോളാം. എനിക്ക് അബദ്ധം പറ്റിപ്പോയി. പരശുരാമയ്യർ എണ്ണി കെട്ടിവെച്ച കടലാസ് എടുത്ത് ലിസ്റ്റിൽ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ ഞാൻ എണ്ണം നോക്കേണ്ടതായിരുന്നു. മിസ്റ്റർ പരശുരാമയ്യർ, ഹെഡ് മാസ്റ്റർ അപേക്ഷിച്ചു. ഞാൻ വേണമെങ്കിൽ റിപ്പോർട്ട് ചെയ്യാം. പക്ഷേ ഒരു പക്ഷേയും ആവശ്യമില്ല. മാസ്റ്റർക്ക് വയ്യെങ്കിൽ ഞാൻ റിപ്പോർട്ട് ചെയ്യും, പരശുരാമയ്യർ ഉറപ്പിച്ചു പറഞ്ഞു. നമ്മളൊക്കെ വയസ്സന്മാരാണ്, പിരിഞ്ഞു പോവാൻ പ്രായമായി. ഇവരൊക്കെ ചെറുപ്പക്കാർ. ഒരിക്കലൊക്കെ നമ്മൾ കണ്ണു ചിമ്മണം. നിങ്ങൾ വാശി പിടിക്കരുത്. മതി സർ, ഇനി എനിക്ക് വേണ്ടി വാദിച്ച് ഹെഡ് മാസ്റ്റർ വിഷമിക്കേണ്ട. വരുന്നതൊക്കെ സഹിക്കാൻ ഞാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു, മാലതി ടീച്ചർ പറഞ്ഞു. എന്നാൽ നമുക്ക് ലക്ഷ്മിക്കുട്ടിയുടെ പ്രൊമോഷൻ മാത്രം നിർത്തിവെച്ച് മറ്റതൊക്കെ ശരിപ്പെടുത്താം. എന്താ മിസ്റ്റർ പരശുരാമയ്യർ? ഹെഡ് മാസ്റ്റർ ചോദിച്ചു. വിരോധമില്ല, പരശുരാമയ്യരും സമ്മതിച്ചു. അങ്ങനെ ആ അധ്യാപക യോഗം ലക്ഷ്മിക്കുട്ടിയുടെ കാര്യം തീരുമാനിക്കാതെ പ്രൊമോഷൻ ലിസ്റ്റ് തയ്യാറാക്കി. മെയ് മാസം 28 കാലത്ത് 10 മണിക്ക് സ്കൂളിൽ ഹാജരാവണമെന്ന DOവിൻ്റെ ഒരു കൽപ്പന മാലതി ടീച്ചർക്കു കിട്ടി. എന്തു വന്നാലും കരയുകയില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് മാലതി ടീച്ചർ അന്വേഷണം നേരിടുവാൻ ഒരുങ്ങിച്ചെന്നത്. ഹൈസ്കൂളിലെ ഓഫീസ് മുറിയിൽ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷണൽ ഓഫീസറും ഹെഡ് മാസ്റ്ററും ഇരിക്കുന്നുണ്ടായിരുന്നു. CP ലക്ഷ്മിക്കുട്ടിയും അവളുടെ അച്ഛനും വരാന്തയിൽ നിന്നിരുന്നു. മാലതി ടീച്ചർ ഒരു കൊടുങ്കാറ്റ് പോലെയാണ് വരാന്തയിൽ കയറി ഓഫീസ് മുറിയിലേക്ക് നടന്നത്. ടീച്ചർ, ലക്ഷ്മിക്കുട്ടി ടീച്ചറെ പിടിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞു. എന്നോട് ദേഷ്യപ്പെടരുത് ടീച്ചർ. പരശുരാമയ്യർ മാസ്റ്റർ വീട്ടിൽ വന്ന് അരപ്പായ കടലാസ് തന്ന് എന്നോട് എഴുതാൻ പറഞ്ഞു. ഞാനതൊക്കെ എഴുതി ഒപ്പിടാൻ പറഞ്ഞു. ഒപ്പിട്ട് കൊടുത്തു. അവൾ വിങ്ങി കരഞ്ഞു. ലക്ഷ്മിക്കുട്ടിയോടെ എനിക്ക് അലോഹ്യമില്ല, കരയണ്ട. മാലതി ടീച്ചർ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് തുടർന്നു. കുറ്റം എൻ്റെ കയ്യിലാണ്, അതിനുള്ള ശിക്ഷയും ഞാൻ അനുഭവിക്കണം. ടീച്ചർ ഇങ്ങോട്ട് വരൂ, ഹെഡ് മാസ്റ്റർ വിളിച്ചു. മാലതി ടീച്ചർ ഓഫീസിലേക്ക് കടന്നു. DO ആ അന്വേഷണത്തിന് വന്നിരിക്കുകയാണ്, ഹെഡ് മാസ്റ്റർ വിവരിച്ചു കൊടുത്തു. നിങ്ങൾക്ക് എന്തു പറയാനുണ്ട്? DO ചോദിച്ചു. ഒന്നും പറയാനില്ല, സംഗതിയൊക്കെ ശരിയാണ്. ഇത്ര അശ്രദ്ധയോടുകൂടി പെരുമാറിയാലോ? നിങ്ങളൊരു ടീച്ചറല്ലേ, കുട്ടികളുടെ ജീവിതം കൊണ്ടല്ലേ നിങ്ങൾ കളിക്കുന്നത്? ആ കുട്ടിയുടെ ഒരു കൊല്ലത്തെ ജീവിതമല്ലേ ഇതുകൊണ്ട് നശിക്കുന്നത്? ആ കുട്ടിയുടെ ജീവിതം നശിപ്പിക്കരുത്. എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം,
മാലതി ടീച്ചർ അപേക്ഷിച്ചു. മറ്റെല്ലാ വിഷയത്തിലും ജയിച്ച ആ കുട്ടിക്ക് മലയാളത്തിൽ മറ്റൊരു പരീക്ഷ നടത്തി അതിലും ജയിച്ചിട്ടുണ്ടെങ്കിൽ പ്രൊമോഷൻ കൊടുക്കണം. അല്ലെങ്കിൽ അവൾ ആദ്യം തന്നെ എഴുതിയ കടലാസുണ്ടല്ലോ, അത് പരിശോധിച്ചാലും അവളുടെ അറിവ് തെളിയുമല്ലോ. പരശുരാമയ്യർ തന്ന ആദ്യത്തെ കടലാസ് നോക്കിച്ച് ആ കുട്ടിയെ പ്രമോട്ട് ചെയ്തേക്കൂ മേനോൻ, DO തുടർന്നു. കേസ് ഇത്രത്തോളമായ സ്ഥിതിക്ക് നിങ്ങളെ ശിക്ഷിക്കാൻ ശുപാർശ ചെയ്യേണ്ട മഹാപാപം എനിക്ക് വന്നു ചേർന്നിരിക്കുന്നു. ആ ശിക്ഷ ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചു കൊള്ളാം. എനിക്കൊരു വേദനയുമില്ല. പരശുരാമയ്യർ പേപ്പറിൻ്റെ കെട്ടു തന്നപ്പോൾ ഞാൻ എണ്ണി നോക്കിയെടുക്കേണ്ടതായിരുന്നു. ഞാൻ ഇപ്പോൾ പഠിച്ചു. ഞാൻ ശിക്ഷിക്കും, DO തുടർന്നു. കുഴപ്പമൊന്നും കൂടാതെ കഴിക്കാമായിരുന്നു. പക്ഷേ പരശുരാമയ്യർ ഈ ആക്ഷേപത്തിൻ്റെ കോപ്പി ഡയറക്ടർക്കും അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഇൻക്രിമെൻ്റ് 2 കൊല്ലത്തേക്ക് തടയാൻ ശുപാർശ ചെയ്യും. സാർ, എനിക്ക് വേദനയില്ല, മാലതി ടീച്ചർ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു. പച്ച പരമാർത്ഥിക്ക് പനങ്കഴുവാണ്. ഞാൻ ഇത്ര കരുതിയില്ല. പരശുരാമയ്യർ എനിക്കു തന്ന ഒരു കത്ത് ഞാൻ ചീന്തിക്കളഞ്ഞുപോയി. ആ ഡിസ്ട്രിക്റ്റ് എഡ്യൂക്കേഷണൽ ഓഫീസറും ഹെഡ് മാസ്റ്ററും മുഖത്തോട് മുഖം നോക്കി നിന്നു. പരശുരാമയ്യരും DOവിനെ കാണാൻ ഹൈസ്കൂൾ വരാന്തയിലേക്കു കയറി. മിസ്റ്റർ പരശുരാമയ്യർ, മാലതി ടീച്ചർ വിളിച്ചു പറഞ്ഞു. നിങ്ങൾ എൻ്റെ ഗുരുനാഥനാണ്. ഞാൻ പഠിച്ചു. പച്ച പരമാർത്ഥിക്ക് പനങ്കഴുവാണെന്ന്. മാലതി ടീച്ചർ ഇറങ്ങി നടന്നു. ഹൈസ്കൂൾ വരാന്തയിൽ നിന്നിരുന്ന 5 പേരുടെ 10 കൃഷ്ണമണികൾ മാലതി ടീച്ചറെ അനുഗമിച്ചു. ഒരു വിദ്യാലയ പശ്ചാത്തലത്തിലുള്ള കഥയാണ്. വിദ്യാലയങ്ങൾക്കുള്ളിൽ നടക്കുന്ന ചില ചതികളും അധ്യാപകർക്കിടയിലുള്ള ചില കുശുമ്പ് കുന്നായ്മകളും ഒക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ സ്വന്തം താല്പര്യങ്ങൾക്ക് വഴങ്ങാത്ത മാലതി ടീച്ചറെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഈ നമ്മുടെ പരശുരാമയ്യർ ചെയ്തു കൂട്ടുന്ന എല്ലാ ദുഷ്ടത്തരങ്ങളും നമ്മളിവിടെ കാണുകയാണ്. നമ്മളുടെ വിദ്യാലയങ്ങളിൽ ഇത്തരം കുശുമ്പും കുന്നായ്മയും നിറഞ്ഞ ഒരു വിഭാഗം ഏത് കാലത്തും ഉണ്ടായിരിക്കും. മറ്റുള്ളവരുടെ നന്മ കാണാതെ അവരെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗം. ഇത്തരം ഒരു വിഭാഗം ഏത് കാലത്തും വിദ്യാലയത്തിൽ ഉണ്ടായിരിക്കും. അത് നമ്മൾ കാലം എത്ര കഴിഞ്ഞാലും ഈ തിന്മയുടെ പ്രതീകങ്ങൾ അത് എണ്ണത്തിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് മതി നമുക്ക് നമ്മുടെ അധ്യാപക ജീവിതത്തിൻ്റെ താളം തെറ്റിക്കാൻ. ഇത്തരം അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള ആളുകൾക്ക് അറിയാം. നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഒരു പുഴുക്കുത്തായിട്ട് ഈ തരം മത്സരങ്ങളും ദുഷ്ടതകളും ഒക്കെ ഒരു ഭാഗത്ത് നിലകൊള്ളുന്നുണ്ട്. അധികാരക്കൊതി എല്ലാം അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. മടിയനായ ഒരു അധ്യാപകൻ അദ്ദേഹത്തിൻ്റെ അപകർഷതാബോധവും പിന്നെ അദ്ദേഹത്തിൻ്റെ ചില ദുർബലതകളും ഒക്കെ കൂടി ചേരുമ്പോൾ മറ്റു മനുഷ്യർക്ക് അയാളൊരു ശാപമായി മാറുകയാണ്. എല്ലാവരും വെറുക്കപ്പെട്ട ഒരു ജന്മം അതിനകത്ത് ഞാൻ ജയിച്ചു എന്ന് വിചാരിച്ച് എപ്പോഴും ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കഥാപാത്രത്തെ നമുക്ക് മറക്കാൻ കഴിയില്ല. ഇത് നമ്മൾ എവിടെയൊക്കെയോ കണ്ടു പരിചയിച്ച ഒരു മാതൃകയായിട്ട് മാറുകയാണ്. വിദ്യാലയത്തിലെ ഓരോ തരം കുശുമ്പ് കുന്നായ്മകളുടെ പ്രതിരൂപങ്ങൾ. അങ്ങനെ പനങ്കഴു എന്ന കഥ ജീവിതത്തിൻ്റെ ഒരു തുണ്ടായി നമുക്ക് മുന്നിൽ അങ്ങനെ ഇരിക്കുന്നു. വളരെ രസകരമായ, വളരെ നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കഥയാണിത്.